ഹലോ, ഇന്നൊരു ഫുഡ് ഉണ്ടാക്കൽ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബണ്ണില്ലേ, അതൊന്ന് വീട്ടിലുണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലാണെങ്കിൽ ബണ്ണ് പോലും ഇല്ല, പിന്നെയല്ലേ മസ്ക ബൺ. അതായിരുന്നു എൻ്റെ അമ്മയുടെ വാചകം. പക്ഷേ പറഞ്ഞത് ശരിയാട്ടാ, സാധനങ്ങൾ മുഖ്യം മികിലേ എന്നാണല്ലോ. സോ ആദ്യം സാധനങ്ങൾ മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അയങ്കലത്തെത്തി. അയങ്കലത്തുള്ള ഗൾഫെക്സ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. കുറച്ച് പേരുടെ മസ്ക ബൺ ഉണ്ടാക്കൽ വീഡിയോസൊക്കെ കണ്ട് ഏതാണ്ട് സാധന സാമഗ്രികളെല്ലാം മനസ്സിലാക്കി അതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ പോക്ക്. അങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. വാനിലയായി, മിൽക്ക് മെയ്ഡായി, ബട്ടറായി, പാലായി, അവസാനത്തെ ഹീറോ ബണ്ണ് വരെയായി. ഇനി ബില്ലടയ്ക്കാം. ബില്ലൊക്കെ അടച്ച് കിട്ടി കിട്ടി, ഇതായിരുന്നു അവൻ്റെ എക്സ്പ്രഷൻസ്. ബൈ ദ ബൈ, പരിചയപ്പെടുത്താൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അനിയൻ സൂസു. ഹായ് സൊല്ലു സൂസു. സ്ഥാനം കൊണ്ട് അവൻ്റെ മേമയാണെങ്കിലും ഞങ്ങൾ സമപ്രായക്കാരാണ് കേട്ടോ. പക്ഷെ അവനിന് ഒട്ടും ബഹുമാനമില്ല. അങ്ങനെ ഇനി ബൺമസ്ക ഉണ്ടാക്കാനുള്ള ഓരോ സ്റ്റെപ്സും പറഞ്ഞ് പാട്ടും പാടി ആർത്തുല്ലസിച്ച് പോകുന്ന വഴിയാണ് എൻ്റെ മാമനെ കണ്ടത്. പുറകിൽ നിന്നുള്ള അറ്റാക്ക് ആയതിനാൽ മാമനും ഒന്ന് ഞെട്ടിട്ട. ഈ ചക്കനും പെണ്ണത് എവിടുന്ന ഈ നേരത്ത് എന്നായിരുന്നു മാമൻ്റെ എക്സ്പ്രഷൻസ്. അങ്ങനെ മാമനോട് രാട്ട് പറഞ്ഞു മസ്ക ബൺ എന്ന ഒറ്റ ഉദ്ദേശവുമായി നേരെ വീട്ടിലേക്ക് വിട്ടു. മസ്ക ബൺ കഴിക്കാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന അമ്മേനെയല്ല. എന്താ എത്ര നേരം വൈകിയേ എന്നായിരുന്നു പോരാളിയുടെ ചോദ്യം. അപ്പോൾ ഇനി നമുക്ക് മസ്ക ബൺ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ബിരു. അപ്പോൾ നമ്മുടെ മസ്ക ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് സാഹസികമായിട്ടുള്ള നിമിഷങ്ങൾ. അതെ, ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അങ്ങനെ ഞാൻ കഴിച്ചു. ഓ, ചുമ്മാ എക്സ്പ്രഷനായിട്ട് മെഴുകിയതല്ല കേട്ടോ, സംഭവം സൂപ്പറാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മധുരപ്രേമികൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനും സൂസും മസ്ക ബൺ കഴിക്കട്ടെ. ബായ്.